അപ്രതീക്ഷിതമായ ഒരു സംഭവമായിരുന്നു. 20 വർഷം മുമ്പ്, അതും ഒരു പെരുന്നാൾ സമയത്താണ്. ആ ഒരു ദിനത്തെ എങ്ങനെയാണ് ഓർക്കുന്നത്? അതെല്ലാം ഇപ്പം മറക്കാൻ ശ്രമിക്കുകയാണ്. ഇനിയിപ്പോൾ ഇന്ന് മുതലൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഒരു പുതിയ ജീവിതം നാട്ടുകാരും. ഈ പുതിയ ജന്മം, 20 വർഷത്തെ സഹനം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 20 വർഷം സഹിക്കുകയായിരുന്നു. ത്യാഗമാണ്. ഈ വലിയ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ, വലിയ പെരുന്നാളിൻ്റെ സന്ദേശം തന്നെ ത്യാഗം ചെയ്യുന്നവന് വലിയ വിജയവും നേട്ടവും ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഒരു വലിയ ത്യാഗം കഴിഞ്ഞാണ് താങ്കൾ തിരിച്ചു വന്നത്. ഇനിയുള്ള അങ്ങയുടെ ജീവിതം എങ്ങനെയായിരിക്കും? ഇനിയെല്ലാം ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ട്. നല്ലവരായ നാട്ടുകാരും നിങ്ങളെല്ലാവരും ജനങ്ങളെല്ലാവരും ഉണ്ട്. സ്വല്പം കണ്ട് പഠിക്കണം ഇനി നിങ്ങളെല്ലാവരും. കാരണം എനിക്ക് ഇവിടുത്തെ യാതൊരു ഐഡിയ ഇല്ല. ഒരുപാട് മാറ്റങ്ങൾ മാറിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും, നിങ്ങളെ കൂട്ടത്തിൽ ഞാനും ഒരു അംഗമായിട്ട് മുന്നോട്ട് നീങ്ങാം. ഉമ്മാന്റെ കൂടെ തന്നെ ഇവിടെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. എവിടെയും വിടില്ലല്ലോ ഉമ്മ? എന്റെ കുട്ടി ഞാനോ ഇനി ഉമ്മ ഇവിടത്തേക്കും വിടില്ലല്ലോ? നീ അങ്ങോട്ട് വിടൂല, നീ ഇവിടെ തന്നെ. എന്നോട് ആദ്യം പറഞ്ഞു ഇനിയോ വന്നാ വിടൂല. ഇനി എന്നെ ഒരു കൊണ്ടുപോയാക്ക കൊണ്ടുകൊടുത്തേക്ക് എന്റെ മക്കൾ 3 ആളും കൊണ്ടുപോയിട്ട് എല്ലാം. ഈ ഉമ്മ ഇടയ്ക്ക് വാശി പിടിച്ച് അങ്ങോട്ട് കാണാൻ വന്നിരുന്നു. അതായത് അതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വന്ന ഒരാളാണ് ഇയാൾ. കാരണം ഉമ്മക്ക് വേണ്ടിയിട്ടായിരുന്നു അന്ന് ആ റിസ്ക് എടുത്തത് അല്ലേ? അവിടെ എത്തിയിട്ട് കാണാൻ പറ്റിയില്ല. അന്ന് ഉമ്മയുടെ ഒരു വല്ലാത്തൊരു വിഷമമുള്ള ഒരു ദിവസമായിരുന്നു. അന്തരീക്ഷം വളരെ മോശമായിരുന്നു. ജയിലിലെ സിറ്റുവേഷൻ എനിക്ക് ഉമ്മാന്റെ മുമ്പിൽ എത്താൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ അതിന്റെ അടുത്ത ദിവസം ചെറിയ ഇളവ് നൽകി അടുത്ത ദിവസം കാണാനുള്ള സാഹചര്യം. ഉമ്മക്ക് അന്ന് എന്താ തോന്നിയെന്ന്? ആദ്യത്തിൽ കാണാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാനങ്ങനെ കാണാതെ പോകാന്നുള്ളതിൽ എന്റെ കുട്ടീനെ കണ്ടിട്ടേ പോരുള്ളൂ എന്നുള്ളതിൽ അവിടെ പോയി കണ്ടിട്ട് ഞാൻ പോകുന്നു. പഠിച്ചു വെച്ചിട്ട് കണ്ടി ജനീന്നൊക്കെ ഉള്ളതൊരു ഇങ്ങനൊക്കെ ഞാൻ ജീവിച്ച് താൻ തെറ്റിനിക്ക് എന്നോട് ചോദിക്കല്ലേ നിങ്ങൾ ആരോ പറയാൻ കഴിയുന്നില്ല. മോശമായ ഒരു അന്തരീക്ഷമായിരുന്നു. ആ സിറ്റുവേഷനിൽ കാണണ്ടാവുള്ളൊരു അഭിപ്രായമായിരുന്നു മുമ്പുണ്ടായിരുന്നത്. എങ്കിലും രണ്ടാമത്തെ ദിവസം കുറച്ച് ഇളവ് നൽകി മരണം വരക്കും നിലനിർത്തട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.